ആര്യമ്പാടം ഇ.കെ.എൻ. ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സി.എം. അബ്ദുള്ള മാസ്റ്റർ മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 7-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആര്യമ്പാടം സർവോദയം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7-ന് സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി.ജി. സനീഷ്, സർവോദയം സ്കൂൾ മാനേജർ കെ. ശശികുമാർ, കൗൺസിലർമാരായ ബിജു ഇഗ്നേഷ്യസ്, പി.എ. അഷ്റഫ് എന്നിവർ പങ്കെടുക്കും. വിദേശ കളിക്കാരടങ്ങുന്ന അഖിലേന്ത്യാ രജിസ്ട്രേഷനുള്ള ടീമുകളാണ് മത്സരത്തിന് എത്തുന്നത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റാണ് ആര്യമ്പാടത്ത് നടക്കുന്നത്. പ്രാദേശിക ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ടൂർണമെന്റിൽ വൈകിട്ട് 7-ന് നടക്കുന്ന ഒന്നാമത്തെ കളിയിൽ 16 പ്രാദേശിക ടീമുകളും അണിനിരക്കും. ഉദ്ഘാടന ദിവസം സർവോദയം സ്കൂൾ കുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും കളി സൗജന്യമായിരിക്കും. 25-ന് നടക്കുന്ന ഫൈനലിനോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനത്തിൽ കെ. രാധാകൃഷ്ണൻ എം.പി., എ.സി. മൊയ്തീൻ എം.എൽ.എ., നഗരസഭാ ചെയർമാൻ മിനി അരവിന്ദൻ എന്നിവർ പങ്കെടുക്കും. മുഴുവൻ ഫുട്ബോൾ പ്രേമികളെയും വരവേൽക്കാൻ 6000 പേർക്ക് ഇരിക്കാവുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ പി.എൻ. സുരേന്ദ്രൻ, വർക്കിംഗ് ചെയർമാൻ സുരേഷ് ബാബു മാസ്റ്റർ, ജനറൽ കൺവീനർ എം.എസ്. വിനോദ്, കൺവീനർ കെ.വി. ജോസ്, പി.എസ്.സി. ബാങ്ക് മുൻ സെക്രട്ടറി ടി.ആർ. രാജൻ എന്നിവർ പങ്കെടുത്തു.